ഉറപ്പായിട്ടും ഇത് കിട്ടും. നമ്മളെല്ലാവരും പ്രൊമോട്ട് ചെയ്ത് പടം പ്രൊമോട്ട് ചെയ്ത് ഫെസ്റ്റിവലിലെല്ലാം കൊണ്ടുവന്ന് ഷുവറായിട്ട് ഇത് കൊണ്ടുവരണം. അത്രയും ഇന്ത്യനെ പ്രൊമോട്ട് ചെയ്തൊരു പടമാണ്. മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ കഷ്ടപ്പെട്ടതിൻ്റെ 100% തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒന്നും പറയാനില്ല. പുള്ളി കാണാൻ തന്നെ പുള്ളിയുടെ ഒരു നമ്മുടെ കണ്ണ് നിറഞ്ഞു. അതുപോലെ കണ്ണ് ചൂട് മാറിയിട്ടുള്ള അത്ര സൂപ്പർ എന്ന് പറഞ്ഞാൽ പുള്ളി കഷ്ടപ്പെട്ടതിനുള്ള കിട്ടിയിട്ടുണ്ട്. ഷുവർ അത് പറഞ്ഞെ പുള്ളിക്ക് കിട്ടേണ്ടത് അർഹത കേട്ടോ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് പൃഥ്വിരാജിനെ കാണാൻ പറ്റില്ല. നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് അത്രയ്ക്ക് അടുത്തറിയാവുന്ന പോലെ നമ്മൾ ആ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതേപോലെ നമുക്ക് കണക്റ്റ് ആവും. അത്രയും നല്ല രീതിയിൽ തന്നെ പുള്ളി പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ റഹ്മാൻ്റെ സ്കോറും നല്ല രീതിയിൽ തന്നെ വർക്ക് ആയിട്ടുണ്ട്. നമുക്ക് അത്രയും കണക്റ്റ് ആവും. ആ ഒരു അതിന് BGM നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എഡിറ്റിങ്ങും സിനിമോട്ടോഗ്രാഫിയും എസ്പെഷ്യലി ആ മരുഭൂമിയിലെ സീൻസൊക്കെ അതിൻ്റെ ഒരു ബ്യൂട്ടിയും അതിൻ്റെ ഹൊറിഫൈങ് നേച്ചറും നമുക്ക് നല്ലപോലെ നമുക്ക് കിട്ടും. ഇടയ്ക്ക് അത് പേടിപ്പെടുത്തുന്നതാണ്, എന്നാൽ അതിൻ്റേതായ ഒരു ഭംഗിയും കൂടിയുണ്ട്. ബ്ലസ്സി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇമോഷണലായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം ഞാൻ നോവൽ വായിച്ച് അന്ന് പോലെ വെയിറ്റ് ചെയ്യുന്നതാണ്. ഈ സിനിമ ഷൂട്ടിംഗ് അപ്പോഴേ തുടങ്ങിയിരുന്നു. അപ്പോൾ അന്ന് പോലെ വെയിറ്റ് ചെയ്ത് അവസാനം കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ് ടോട്ടലി. അതുപോലെ തന്നെ കഥാപാത്രങ്ങളൊക്കെ സെയിമാണ്, ക്യാരക്ടേഴ്സൊക്കെ സെയിമാണ്. പിന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് നോവൽ വായിച്ചതാണ്. കാരണം അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ പെട്ടെന്ന് ഓർമ്മിച്ചു പോകും. പിന്നെ AR റഹ്മാൻ മ്യൂസിക് എടുത്തു പറയേണ്ട ഒന്നാണ്, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി കരഞ്ഞു പോകും. കാരണം ഒരു ജീവിതം ശരിക്കുമുള്ള നമ്മളിത് സിനിമ കാണുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുന്നത് ശരിക്കുമുള്ള നജീബിൻ്റെ ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവും. അപ്പോൾ അതാണ് സിനിമ. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം ഒന്നും പറയാനില്ല, രക്ഷയില്ല, അടിപൊളി. എല്ലാവരും പടം കാണണം തീർച്ചയായും. പൃഥ്വിരാജിന് ഒരു ഓസ്കാർ ലെവൽ വരെ കിട്ടും. അങ്ങോട്ട് പോട്ടെന്നാണ് ഞാൻ പറയുന്നത്. പൃഥ്വിരാജിന് ഒരു പൊൻകിരീടം തന്നെയാണ് ഈ സിനിമ. പിന്നെ സിനിമ കാണണം, നല്ല സിനിമയാണ്. നല്ല നമുക്ക് ഇമോഷൻ സോങ്സ് ഒക്കെ കുറേ ഉണ്ട്. നല്ലൊരു സിനിമ കാണണം എല്ലാവരും. ഓക്കെ, ഒന്നും പറയല. ട്രൂലി എപ്പിക്. പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കണ്ണ് കയറാതെ കാണാൻ പറ്റില്ല. പിന്നെ നജീബിൻ്റെ കഥയും പിന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി കാണുമ്പോൾ, കാരണം ദാഹം തോന്നുന്നു നമുക്ക് കാണുമ്പോൾ. വല്ലാത്ത ശരിക്കും ഫീലായി. പ്ലസ്സിയുടെ 16 വർഷത്തെ കഷ്ടപ്പാട് വെറുതെ ആവില്ല. ഇതൊരു ഷോ, നാഷണൽ അവാർഡ് ഇസ് ഫോർ ഷോ, ബട്ട് ലെറ്റ് ഇറ്റ് ബി ദ ഫസ്റ്റ് ഓസ്കാർ ഫോർ മലയാളം. ശരിക്കും കാണാൻ പറ്റും. പൃഥ്വിരാജ് ഹാസ് ഡൺ സംതിങ് വെരി ബ്രില്യൻറ്റ്. ആളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ്, ഒന്നും പറയാനില്ല. ട്രൂലി എപ്പിക്. ഒരിക്കലും ഒരു പൃഥ്വിരാജ് സുകുമാരനാണെന്നുള്ളൊരു നമുക്ക് ഫീലിങ്സ് വരത്തില്ല. നമ്മൾ ശരിക്കും നജീബിലേക്ക് ഇറങ്ങി ചെല്ലും. നമ്മുടെ ഫീലിങ്സ് എത്രത്തോളം നമ്മളെ എക്സ്ട്രീമിലാണ് കൊണ്ടുപോകുന്നത്. നമ്പർ 1 ഡയറക്ടറായിട്ട് ബ്ലസ്സി സാറാണ് ഇനി വരാൻ പോകുന്നത്. മലയാള സിനിമയിൽ നമ്പർ 1 ഡയറക്ടർ ബ്ലസ്സി സാറാണ്. ബെന്യാമിൻ അതുപോലെ നമ്പർ 1 ഒരേ ഒരു രാജാവ് പൃഥ്വിരാജ് സുകുമാരൻ. ഇതുപോലത്തെ ഒരു സിനിമയിൽ ഒരിക്കലും വരാനില്ല. അത്ര ബ്ലസ്സിന്റെ മാജിക് തന്നെയായിരുന്നു. ആറാട്ടുകായിരുന്നു പൃഥ്വിരാജൊക്കെ. ഉഗ്രം ഫിലിം എന്ന് പറഞ്ഞാൽ ഉഗ്രം ഫിലിം. അപ്പോൾ പൃഥ്വിരാജിൻ്റെ സിനിമ കണ്ടു. നമ്മുടെ ആടുജീവിതം എന്ന സിനിമ ഒരു കുറേ വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പിനൊടുവിലാണ് സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അത്ര നല്ല മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വേസ്റ്റൈലായിട്ടുള്ള ആക്ടിങ് ആണ്. അതിജീവിതത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ വ്യത്യസ്ത നിറഞ്ഞ ഭാവാഭിനയത്തിൻ്റെ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത മരണമാസ പെർഫോമൻസ് ആണ്. രാജുവേട്ടൻ ആറാടുക എന്ന് തന്നെ പറയാം. പൊളിച്ചടുക്കിയിട്ടുണ്ട്. എന്നും നിന്നെ മൊയ്തീനും സെല്ലോഡിനും ശേഷം അതിശക്തമായിട്ടുള്ളൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ചേരിക്കുന്നത്. നജീബായിട്ട് നമ്മുടെ പൃഥ്വിരാജ് വേഴ്സലുള്ള നല്ലൊരു വ്യത്യസ്ത പറഞ്ഞൊരു അഭിനയത്തിൻ്റെ പുതുമുഖ നടനെന്ന് തന്നെ പറയാം. പിന്നെ അമല പോളായിട്ടുള്ള ഗംഭീര പെർഫോമൻസും പിന്നെ ബ്ലസ്സി സാറിൻ്റെ ഡയറക്ഷനും എടുത്തു പറഞ്ഞാണ്. ഫീൽ ഗുഡ് ഫാമിലി ത്രില്ലറാണ്.